വളരെ കൊടൂരവും ദീർഘവുമായ ഒരു രാത്രിക്ക് ശേഷം ഒരു പൊന്നുഷസ് വന്നു ചേർന്നിരിക്കുകയാണ്. ആ രാത്രിയുടെ കാളിമ തുടച്ച് നിൽക്കുന്നതിന് നേതൃത്വം നൽകിയ ശ്രീമാൻ വി ഡി സതീശനെയും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ടീമിനെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ആ ടീമിലെ വിശേഷപ്പെട്ട ഒരു അംഗമാണ് ആ ടീം നേടിയിട്ടുള്ള വിജയത്തിന് വലിയൊരു പങ്ക് കുഞ്ഞികൃഷ്ണന് അവകാശപ്പെട്ടതാണ്. കുഞ്ഞികൃഷ്ണൻ്റെ വിജയത്തിൻ്റെ തിളക്കം വളരെ കൂടുതലാണ്. നമ്മളിവിടെ അടുത്തടുത്തായി കിടക്കുന്ന 3 മണ്ഡലങ്ങൾ തൃക്കൈപ്പൂരും പയ്യന്നൂരും നെടുമ്പറമ്പും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയങ്ങളായിട്ടുള്ള നിയോജക മണ്ഡലങ്ങളായിരുന്നു. എപ്പോഴും ചർച്ചകളിൽ വരികയും വലിയ കണക്കൂട്ടലുകൾക്ക് ഇടം നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളാണ്. ഈ 3 മണ്ഡലങ്ങളിലും സംഭവിച്ചിട്ടുള്ളത് അട്ടിമറി വിജയങ്ങളാണ്, ഞെട്ടിപ്പിച്ച പരാജയങ്ങൾ. 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, അട്ടിമറി വിജയമുണ്ടായി. മറ്റൊരു ഭാഗത്താണെങ്കിൽ വലിയ ഞെട്ടലുളവാക്കിയ പരാജയങ്ങളും ഉണ്ട്. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം അതിൻ്റെ വിശകലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പല കോണുകളിലും നടന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ജനവിധി നിറവേറിയ ശേഷം തളിപ്പറമ്പിലെ ഇപ്പോഴത്തെ ജനപ്രതിനിധിയായ ടി കെ ഗോവിന്ദൻ മാഷും വി കുഞ്ഞികൃഷ്ണനും ഒരു ചാനലിൽ ഒരുമിച്ചിരുന്ന് ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ അടുത്ത ദിവസം കേട്ടു. മലയാള മനോരമയുടെ ചാനലാണ്. അവരെ ഇൻ്റർവ്യൂ ചെയ്ത ശ്രീദേവി എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പം അതിൽ ഗോവിന്ദൻ മാഷ് വളരെ പക്വതയോടുകൂടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, അതിൻ്റെ ഒപ്പം കുഞ്ഞികൃഷ്ണൻ ചില കൂട്ടിച്ചേർക്കലുകൾ ഒപ്പം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കാര്യം, കൗതുകരമായിട്ടുള്ളൊരു കാര്യം, ചില വാക്കുകൾ പ്രയോഗിക്കപ്പെടുന്നതാണ്. ഈ ഒറ്റുകാരനും വർഗവഞ്ചകനും തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഈ വിശേഷണങ്ങളായിട്ട് ചാർത്തപ്പെടുന്നതിനെ കുറിച്ച് ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ കുഞ്ഞികൃഷ്ണനും കൂടി ചേർത്തിട്ട് പറയുന്നുണ്ടായിരുന്നു. 2 പേരും അത് കേട്ടതാണ്. ആ രീതിയിലുള്ള ചില പോസ്റ്ററുകൾ പയ്യന്നൂരിൽ വിപുലമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആരെയാണ് വിട്ടുകൊടുത്തത്, എന്തിനെയാണ് വിട്ടുകൊടുത്തത്, ഏത് വർഗത്തെയാണ് വഞ്ചിച്ചത് എന്നൊക്കെയുള്ളത് വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഗോവിന്ദന്മാർ ചോദിക്കുന്നുണ്ട്, എന്ത് വർഗം? വർഗം എന്ന് പറയുന്നത് പണ്ട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 കാർൽ മാർക്സും ഏംഗൽസും കൂടി ഉണ്ടാക്കിയപ്പോൾ അതിൽ ഉപയോഗിച്ച ഒരു വാക്കാണ് വർഗം എന്നുള്ളത്. വർഗസമരം എന്നുള്ളത് ആ പുസ്തകത്തിലുള്ളതാണ്. ആ പുസ്തകം ഇപ്പോൾ ആരും കാണാറില്ല, ആരും വായിക്കാറില്ല. പക്ഷേ ആ പുസ്തകം ഇപ്പോഴുണ്ട്, എൻ്റെ പക്കൽ ഇപ്പോഴുണ്ട് ആ പുസ്തകം. അതിൽ ഈ വർഗ സമരം എന്ന് പറയുന്നത്
രണ്ട് വർഗങ്ങളെക്കുറിച്ച് പറയുന്നു. ഒരാൾ വർഗവും ഒരാൾ വർഗം. ആ വർഗഭേദങ്ങളൊക്കെ ഇല്ലാതായിട്ട് ഒരുപാട് കാലമായി. അപ്പോൾ ആരെയും വഞ്ചിക്കാനില്ല. ഇപ്പോഴും ആരെയും വഞ്ചിക്കാനില്ല, ആരെയും വിട്ടുകൊടുക്കാനും ഇല്ല. അപ്പം അതിൽ ഈ രീതിയിൽ വാക്കുകൾ പ്രയോഗിക്കുന്നതിനെ കുറിച്ച് ഒരു ആശങ്ക അന്ന് പ്രകടിപ്പിക്കപ്പെട്ടിരുന്നു. അതിപ്പോഴും നിലവിലുണ്ട്. ഈ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം എന്ന് സഞ്ചരിക്കുകയും ഇടതുപക്ഷത്തിൻ്റെ ലോകസഭയിലെ പ്രതിനിധിയാവുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഈ അടുത്ത കാലത്ത് ഒരു ലേഖനത്തിൽ ഒരു ജനകീയ നേതാവിൻ്റെ പദാവലിയെ കുറിച്ചിട്ട് വളരെ ദീർഘമായിട്ട് എഴുതുകയുണ്ട്. ഒരു പുതിയ പദാവലി, ഒരു പുതിയ നിഘണ്ടു രൂപപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു വാക്കുകൾ പ്രയോഗിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നു. ഈ പല വാക്കുകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങൾ എന്താണ് എന്ന് സെബാസ്റ്റ്യൻ പോൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആ വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ആ വാക്കുകളൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത വാക്കുകളാണ്, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളാണ്. ആ വാക്കുകൾ ഇവിടെ എത്രയോ കാലമായിട്ടുള്ള വേദികളിൽ, പൊതുവേദികളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. മത മേലധ്യക്ഷന്മാരെ, പാർലമെന്റിൽ ഒന്നാം തരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന പ്രതിനിധികൾക്ക് നേരെ പാർട്ടി വിട്ടൊഴിഞ്ഞു പോയിട്ടുള്ള ചില പ്രാദേശിക നേതാക്കൾക്കെതിരെ ഇങ്ങനെ പലർക്കും എതിരായിട്ട് ഇത്തരത്തിലുള്ള ഹീനമായിട്ടുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്നതിനെ കുറിച്ചാണ് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത്. സെബാസ്റ്റ്യൻ പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെയുള്ളതാണ്. സെബാസ്റ്റ്യൻ പോൾ ശത്രുപക്ഷത്തിലുള്ള ആളല്ല, ഇടതുപക്ഷത്തിൻ്റെ കൂടെയുള്ള ആളാണ്. ഞാനും സെബാസ്റ്റ്യനും കൂടി ഒരു ചാനലിൽ ഇരുന്നിട്ട് തർക്കിച്ചിട്ടുണ്ട്, രണ്ട് ഭാഗത്തിരുന്നു. അന്ന് സെബാസ്റ്റ്യൻ ഈ ഇടതുപക്ഷത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ആണ് സംസാരിച്ചത്. അപ്പോൾ ആ സെബാസ്റ്റ്യൻ ഈ വാക്കുകൾ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ അതിലും മോശമായിട്ടുള്ളൊരു വാക്ക് വീണ്ടും പൊതുവേദിയിൽ വെച്ചിട്ട് നമ്മൾ കേൾക്കാനിടയിൽ വളരെ ആരാധ്യനായിട്ടുള്ള അപവാദങ്ങളൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു ഈ പാർട്ടി വിട്ട ഇതേപോലെ കുഞ്ഞേശ്വരെയും ഗോവിന്ദമാഷയും പോലെ പാർട്ടി വിടേണ്ടി വന്ന് വിടാൻ നിർബന്ധിതനായ ജി സുധാകരൻ്റെ വാക്കായിരുന്നു ആ പ്രയോഗം. ജി സുധാകരനോടും ഇതേ പ്രയോഗം നടത്തി. അതെങ്ങനെ നമ്മൾ ഒരു പൊതു സമൂഹത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പോട്ടെ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ കുറിച്ചിട്ട് ചർച്ചയിൽ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പോട്ടെ, നമ്മളൊരു സമൂഹത്തിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകളുണ്ട്. ആ മര്യാദകളാണ് ഇവിടെ തുടരെ ലംഘിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഇപ്പോഴുള്ള ഡോക്ടർ ബി ഇക്ബാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയിട്ടുള്ള ഒരു കുറിപ്പ് അത് നിങ്ങൾ ഒരുപക്ഷെ പലരും വായിച്ചിരുന്നു. അതിൽ ഡോക്ടർ ഇക്ബാൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കേരളത്തിൽ ഈ ഭരണ മുന്നണിക്ക് ഇടതുപക്ഷ ജനാധിപത്യത്തിലേറ്റ വലിയ തിരിച്ചടിയുടെ ഒരു കാരണം അതിന് പിന്തുണ കൊടുത്തിട്ടുള്ള സാംസ്കാരിക നായകന്മാരാണ് എന്നുള്ളത്. ഈ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്നവർ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലാ തെറ്റുകളെയും കണ്ണടച്ച് അനുകൂലിക്കുക, വാഴ്ത്തപ്പാട്ടുകൾ എഴുതുക, സ്തുതിപ്പാട്ടുകൾ നടത്തുക, ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ സാംസ്കാരിക നായകനോ സാഹിത്യ പ്രവർത്തകരെന്നോ ബൗദ്ധിക മേഖലകളിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവർ
എന്ന് പറയുന്നവരെ അനുഷ്ഠിക്കേണ്ട ധർമ്മം ഭരണാധികാരികളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അവ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശക്തികളായിട്ട് നിൽക്കുകയും ഒരു തിരുത്തൽ ശക്തികളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചെയ്യേണ്ടത്. അവരുടെ കടമ അതാണ്. പക്ഷേ അതിനു പകരം ഏതൊരു തെറ്റിനെയും ന്യായീകരിക്കുന്നവരായിട്ട്, ഏത് തെറ്റിനെയും ന്യായീകരിക്കുന്നവരാണ്, ഏത് ക്രൂര കൃത്യങ്ങളെയും ന്യായീകരിക്കുന്നവരായിട്ട് മാറും. ടി പി ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് ലേഖനം എഴുതിയ കവികളുണ്ട്. ഈ ആർഡിനോ നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ കാരണമായിട്ടുള്ള ആ സംഭവം ഉണ്ടായപ്പോൾ അന്ന് ദിവ്യയെ ന്യായീകരിച്ചുകൊണ്ട് ദിവ്യ ഉണ്ണിയാർച്ചയാണെന്ന് പറഞ്ഞിട്ട് ലേഖനം എഴുതിയിട്ടുള്ള നോവലെഴുത്തുകാരൻ ഇവിടെ ഉണ്ടായി. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഇതിൻ്റെ സത്യം, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം, എന്താണെന്നൊന്നും കാത്തിരിക്കാനുള്ള സമയം പോലും ഇല്ലാതെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവരെ അങ്ങനെയാണ് ന്യായീകരണ തൊഴിലാളികൾ എന്നുള്ളൊരു പ്രയോഗം മലയാളത്തിൽ പുതുതായിട്ടുണ്ടായത്. ന്യായീകരണ തൊഴിലാളികളുടെ ഒരു കൂട്ടമുണ്ടായി. അത് എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചു. ഇപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ആഗോള അയ്യപ്പ സംഘം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഇവിടെ നടത്തി. അന്ന് അങ്ങനെ ഒരു പരിപാടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള എൻ്റെ പ്രസ്താവം നിങ്ങൾക്ക് യൂട്യൂബിൽ പോയിട്ട് അതുണ്ടാവും. അത് ചെയ്യാത്ത കാര്യമാണ്, ചെയ്യാൻ പാടില്ല. 7 കോടിയോളം രൂപ ചെലവഴിച്ച ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിനെ കൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തി. അവിടെ ആശാവർക്കർമാർ ഒരു കൊല്ലമായിട്ട് അവിടെ തെരുവിൽ കിടന്ന് നരകിക്കുകയായിരുന്നു. അത് മുടിമുറിച്ച് പ്രതിഷേധിച്ചു, ശയന പ്രദർശനം ചെയ്ത് പ്രതിഷേധിച്ചു. പക്ഷേ ആരും ശ്രദ്ധിച്ചില്ല. അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് ഇപ്പോഴും ചിലർ പറയുന്നു. അവരുടേത് കാണേണ്ടതായിരുന്നു, അവരുടെ രോദനം കേൾക്കേണ്ടതായിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നു. അന്ന് ചെയ്തിരുന്നെങ്കിലും ഒരു 100 രൂപ അവർക്ക് പിടികൊടുത്തിരുന്നെങ്കിൽ ആ തെരുവിൽ കിടന്നിട്ട് അവരിങ്ങനെ കഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ ഈ വർഗത്തിൻ്റെ ഒപ്പമുണ്ട് എന്ന് പറയുന്ന ആളുകൾ, ഈ പാവപ്പെട്ട സ്ത്രീകൾ അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ അവിടെ കിടന്നിട്ട് നരകിക്കുമ്പോൾ, അതിൻ്റെ തിണ്ണയിൽ കിടന്ന് നരകിക്കുമ്പോൾ അവരുടെ ഈ രാജകീയ പ്രതാപവും സുഖസൗകര്യങ്ങളും എസ്കോർട്ടും പോലീസ് സംവിധാനങ്ങളും ഇത് മുഴുവൻ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അവരവിടെ ഉണ്ടായിരുന്നു. ആരും പറഞ്ഞില്ല. ഈ ആശാവർക്കർമാരെ പിന്തുണക്കാൻ കേരളത്തിലെ ഈ പറയുന്ന ഈ സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്നവരിൽ പേരിൽ എണ്ണാവുന്നവർ മാത്രമേ അവർക്ക് വേണ്ടിയിട്ട് പ്രസ്താവന നൽകാനുണ്ട്. പക്ഷേ ഇവിടെ ഈ വാഴ്ത്താൻ പലതുണ്ട്, വാഴ്ത്തുപാട്ടുകൾ എഴുതാനുണ്ട്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ സമ്മേളനത്തിന് അവിടെ ഉദ്ഘാടകർ വരുമ്പോൾ അദ്ദേഹത്തെ വാഴ്ത്തിയിട്ട് പാടിയ പാട്ട് നിങ്ങളുണ്ട്. പാഠശാലയിലെ 500 മറ്റോ സ്ത്രീകൾ നടത്തിയിട്ടുള്ള തിരുവാതിര പക്ഷെ നിങ്ങൾ കണ്ടിട്ടോ? യൂട്യൂബിൽ ഇപ്പോഴാ തിരുവാതിര കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തൊഴിൽ വിരിഞ്ഞു പോകും. തൊഴിൽ വിരിഞ്ഞു പോകും. ആ തിരുവാതിര ഇപ്പം കണ്ടു ഇപ്പോഴും കാണാമോ? ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതമുള്ള പാട്ട്, ആ പാട്ട് അവിടെ ഉണ്ട്. പക്ഷേ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു തരിമ്പ് പോലും ഇവർക്ക് ഇല്ലാതെ പോയല്ലോ എന്നുള്ളതാണ്. ഈ പാർട്ടി ലോകമെങ്ങും ശോഭിക്കുന്നുണ്ടെന്നാണ്. ലോകം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ലോകം എന്ന് പറഞ്ഞാൽ പാഠശാലയല്ല, കേരളമല്ല. അതിനൊരു തുണ്ടിൽ ഒരു തരി മണ്ണ് മാത്രമാണ് കേരളം. അതല്ലാതെ ഈ പാർട്ടി ചെറിയ പ്രസ്ഥാനം ലോകമെങ്ങും ശോഭിക്കുന്നു, അതിൻ്റെ കാരണക്കാരി നാളാണെന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടുക. ആ പാട്ട് പാടുമ്പോഴും നമ്മുടെ ഒരു മാടമ്പിയെ പോലെ തല ഒടുക്കി ആസ്വദിച്ച് തുടക്ക താളം പിടിക്കുക എന്നൊക്കെയുള്ള പരിപാടികൾ നമ്മളിവിടെ കണ്ടു. ദയനീയമായിരുന്നു കഴിച്ചു. ഇതിൻ്റെ കൂടെ 50 വർഷക്കാലം ഈ പ്രസ്ഥാനത്തിലെ അംഗമായിരുന്ന ആളാണ് മനീഷ്. 50 വർഷക്കാലം
എന്തായിരുന്നു 50 വർഷം മുമ്പ് പാർട്ടിയുടെ അവസ്ഥ? 50 വർഷത്തിന് ശേഷം അതിൻ്റെ അവസ്ഥ എന്ത്? ലോകത്ത് ഈ പാർട്ടി ഉണ്ടായിട്ട് 1905 റഷ്യയിൽ വിപ്ലവം നടത്തി, അത് പരാജയപ്പെട്ടു. 1917 റഷ്യ വിപ്ലവം വിജയിച്ചു. അത് കഴിഞ്ഞിട്ട് പല രാജ്യങ്ങളിലും വിപ്ലവങ്ങളുണ്ടായി. പക്ഷേ ആ രാജ്യങ്ങളൊക്കെ, ആ ഭരണകൂടങ്ങളൊക്കെ എവിടെ പോയി? അതൊക്കെ തകർന്നടിഞ്ഞു. പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത് ഇവിടെ ആവർത്തിക്കുമെന്ന് പലരും മുന്നറിയിപ്പ് കൊടുത്തു. ഈ 2 വർഷമല്ല, 2 ടേമല്ല, 5 ടേം ഭരിച്ച പശ്ചിമ ബംഗാളിലെ അവസാനം ഇപ്പോഴൊരു ചുവന്ന കൊടി കാണാൻ പോലും കിട്ടാത്ത അവസ്ഥ. അങ്ങനെ അതോടെ തകർന്നടിഞ്ഞ് പോയിട്ടും ആ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചില്ല എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന് സംഭവിച്ച അപജയം. അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ അണികളുടെ നേതൃത്വത്തെ തിരുത്തണം എന്ന് പറയുന്നത്. അതിൻ്റെ കുഴപ്പം നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അത് തിരുത്താതെ കൂടുതൽ തെറ്റുകളിലേക്ക് പോവുകയല്ലേ എന്ന്. വീണ്ടും തെറ്റുകളിലേക്ക് പോവുകയാണ്. അത് തിരുത്തുകയോ സംഭവിച്ച പാളിച്ചകൾ എന്താണ്? എവിടെ വെച്ചാണ് നമ്മുടെ യാഥാർത്ഥ്യവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് അപഗ്രഥിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് വേണം തെറ്റിദ്ധത്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ജനങ്ങൾ അണികൾ നൽകിയിട്ടുള്ള വലിയ മുന്നറിയിപ്പും താക്കീതുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. കാരണം 50,000-ഓളം വരുന്ന ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധിയെയാണ് കുഞ്ഞികൃഷ്ണനെ 7,757 വോട്ടിൽ പരാജയപ്പെട്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം 49,957 വോട്ടോ ഭൂരിപക്ഷം. ആ വോട്ട് മുഴുവനും പോവുകയും 7,000 ചില വോട്ടിന് കുഞ്ഞികൃഷ്ണൻ ജയിക്കുകയും ചെയ്തു എന്നുള്ളത് ഇവിടെ സംഭവിച്ചിട്ടുള്ള വലിയ മാറ്റത്തിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ളതാണ്. ഇത് നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ് സംഭവിച്ചത്. ആളുകൾക്ക് മടുത്തുപോയി, ആളുകൾക്ക് കണ്ടും ആളുകൾക്ക് മടുത്തുപോയി. അവരാണ് കുഞ്ഞികൃഷ്ണനെ ജയിപ്പിച്ചത്. കുഞ്ഞികൃഷ്ണന്റെ സത്യസന്ധതയും നിഷ്കളങ്കതയും അവർക്ക് അറിയാമായിരുന്നു. ചില കാര്യങ്ങൾ കുഞ്ഞികൃഷ്ണൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, എന്തൊക്കെ അപജയങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, എന്ത് ക്രൂരതകളാണ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത് എന്നൊക്കെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ആ പറഞ്ഞ ഘട്ടത്തിൽ കുഞ്ഞികൃഷ്ണനെ അധിക്ഷേപിക്കാൻ ആൾക്കാരുണ്ടായി, അപമാനിക്കാൻ ആൾക്കാരുണ്ടായി, ആക്രമിക്കാൻ ആൾക്കാരുണ്ടായി. അല്ലാതെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, അത് ശരിയാണോ, ഇത്തരത്തിലുള്ള ഈ 3 തിരുമലകൾ ഉണ്ടായിട്ടുണ്ടോ, വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ തിരുമലകൾ 3 രൂപത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അത് പരിശോധിക്കപ്പെടാൻ ഉള്ള ഒരു വിവേകം നേതൃത്വത്തിന് ഇല്ലാതെ. അപ്പോൾ അണികൾ ഇങ്ങനെ തിരുത്താനുള്ള ശക്തിയായിട്ട് അണികളിലൂടെ ഉണ്ട് എന്നുള്ളത് നേതൃത്വം തിരിച്ചറിയാതെ പോയതിൻ്റെ ഫലമാണ് ഇപ്പോൾ സംഭവിച്ചത്.